ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഈ ബാഗ് പിടിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വീഡിയോ എന്നുള്ളത്. വാട്സ് ആൻഡ് മൈ ബാഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും വാട്സ് ആൻഡ് മൈ ബാഗ് വീഡിയോ ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എന്തായാലും എന്റെ ബാഗ് ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചറിയാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ബാഗ് നിങ്ങളുടെ ബാഗിൽ നിന്നും വ്യത്യസ്തമാണോ എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് എന്റെ ബാഗ്. ഞാൻ ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ ഒരു ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ബാഗ്. അപ്പൊ ഈ രണ്ട് സ്ട്രാപ്പ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം, ഇല്ല എങ്കിൽ ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ലെങ്ത്തിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ ഇത് തന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ളത് കാരണം ഞാൻ ഇതിന് ഇവിടുത്തെ അഡീഷണൽ സ്ട്രാപ്പ് യൂസ് ചെയ്യാറില്ല. ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോ ഇത് കോസ്റ്റ്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. കാരണം ഓഫർ ആയതുകൊണ്ട് തന്നെ എനിക്ക് 3 ബാഗ് സെറ്റ് ആണ് കിട്ടിയത്. അതായത് ഇതിന്റെ അകത്ത് വീണ്ടും 2 ബാഗ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 3 ബാഗിന്റെ സെറ്റ് എനിക്ക് ഏകദേശം ഇവിടുത്തെ ഒരു 10 റിയാലിനാണ് കിട്ടിയത്. അപ്പൊ ആ സമയത്ത് 1 റിയാൽ എന്ന് പറയുന്നത് 189 രൂപയാണ്. അപ്പൊ 10 റിയാൽ എന്നുള്ളത് 1890 രൂപ. അതാണ് ഈ ബാഗിന്റെ വില. ഈ ബാഗല്ല, ഇതിന്റെ കൂടെ വേറെ 2 ബാഗും കൂടെ ഉണ്ട്. അങ്ങനെ 3 ബാഗിന്റെ വിലയാണ് അത്. അപ്പൊ അതെനിക്ക് ഒത്തിരി ലാഭമാണെന്ന് തോന്നി. നല്ല മെറ്റീരിയൽ ആണ്, അതാണ്. പിന്നെ ഈ ബാഗ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുങ്ങി പോവാ, മടങ്ങി പോവാ, അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. നല്ല ബാഗായിട്ട് തന്നെ കിട്ടി. അങ്ങനെ ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. സാധാരണ ഞാൻ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് എന്റെ ബാഗ് സാധാരണയായിട്ട് ഈ ബസ്സിൽ നിന്നാണ് എപ്പോഴും പൊട്ടിപ്പോകാറുള്ളത്. എല്ലാവരും ഇങ്ങനെ മേക്ക് വന്ന് വീഴുമ്പോൾ ഈ ബാഗ് ഇങ്ങനെ ചുരുങ്ങി പോയിട്ടാണ് അത് പൊട്ടിപ്പോകാറുള്ളത്. അപ്പൊ ഇത് ഞാൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെ തിരഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പൊ ഇത് അങ്ങനെ പെട്ടെന്ന് ചുളുങ്ങി പോകുന്നില്ല, നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത്യാവശ്യം നല്ല ഭാരമുണ്ട് ഇതിന്, അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നി. അപ്പൊ ഇനി ഇതിന്റെ അകത്ത് എന്താണെന്ന് നോക്കാം അല്ലെ. അപ്പൊ അതിനായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. അതിന്റെ കൂടെ കിട്ടിയ വേറൊരു ചെറിയൊരു വാലറ്റ് പോലെ പറയാം, ചെറിയൊരു ബാഗാണിത്. ഇത് നമുക്ക് സൈഡ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇതിനും ഈ എല്ലാത്തിനും കൂടെ ഒരു സ്ട്രാപ്പ് അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പൊ അത് ഇതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ല എങ്കിൽ ഈ ബാഗിന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ അകത്തൊരു ബാഗ് കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അത്യാവശ്യം നല്ല ഭംഗിയാണ്, കുറച്ച് ഫാൻസി ടൈപ്പുള്ള ഒരു ബാഗാണ്. ഇത് നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും അടുത്തൊക്കെ പോവാണെങ്കിൽ സൈഡിലേക്ക് ഇട്ടിട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് പോവാം. അപ്പോ ആദ്യം ഇതിനകത്ത് എന്താണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന് ഇങ്ങനെ ഒറ്റ ഒരു കള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിനകത്തുള്ളത് എനിക്കൊരു ചാർജറിന്റെ ഒരു ചാർജർ ഉണ്ട്. ഇതിന്റെ കേബിൾ ഞാൻ എവിടെ അയച്ചു വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഉള്ളത് നമ്മളുടെ കാർഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ കാർഡ്സ് ഒക്കെ വെക്കാറുള്ളത്. അപ്പോ ഇതില് നമ്മളുടെ 2 ATM കാർഡ് ഉണ്ട്. പിന്നെ ഭഗവതിയുടെ ദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ഇത് അമ്മ തന്നതാണ്. പിന്നെ ഉള്ളത് നമ്മളുടെ ആധാർ കാർഡ്. അതിൽ മുഖം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് ഞാനാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ഇത് പിന്നെ നമ്മളുടെ ഇലക്ഷൻ കാർഡാണ് ഇത്. പിന്നെ പാൻ കാർഡ്. ഇത്രയാണ്. കുറെ കാർഡുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇത് ഞങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സിന്റെ ID കാർഡാണ്. അപ്പോ ഇത് ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തൊരു മെഡിസിൻ ഉണ്ട്. ഇതൊരു പെയിൻ കില്ലർ ആണ്. അപ്പൊ ഇത് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യാറുണ്ട്. ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതാണ്, ഡോക്ടർ തന്നതാണ്. സോ ഞാൻ ഇത് എപ്പോഴും ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതാണ്. പിന്നെ ഇത്രയും പാസ്ബുക്ക് ഉണ്ട്. ഇത് നമ്മളുടെ 2-3 ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ട്. പിന്നെ ഞാനൊരു സിം എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ എയർടെലിന്റെ സിം എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെതാണ്. ഇതൊക്കെ പാസ്ബുക്കാണ്. കുറച്ച് കാശ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാനൊരു ഹോമിയോപ്പതി ക്ലിനിക്കിൽ കാണിച്ചായിരുന്നു, അവിടുത്തെ കാർഡാണ്. പിന്നെ ഇവിടുത്തെ കുറച്ച് പൈസയുണ്ട്. പിന്നെ ഇതെന്റെ ഫോണിന്റെ പേപ്പേഴ്സും അതുപോലെ അത് ഓപ്പൺ ചെയ്യാനുള്ള പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറെ വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെയാണ്. ഫോട്ടോ ഉണ്ട്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഫോട്ടോ ആണ് കേട്ടോ. ഇത് പിന്നെ ഒരു ബില്ലുണ്ട്, അത് ഇത്രയിലേക്ക് വെക്കാം. പിന്നെയുള്ള ഒരു 100 രൂപ കൂടി ഉണ്ട്. പിന്നെ കുറെ ചില്ലറ പൈസ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അതുകൊണ്ട് അതുപോലെ നാട്ടിലേതും ഉണ്ട്.
പിന്നെ അതൊരു കുഞ്ഞ് പേഴ്സാണ്. അപ്പൊ ഇതിൽ എനിക്ക് കൈനീട്ടം പണ്ട് കിട്ടിയ കൈനീട്ടം ഇതിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു പേഴ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വീണ്ടും നമ്മളുടെ ബാഗിലേക്ക് വരാം. ഞാൻ ഈ ബാഗ് ഒട്ടും അടുക്കി പെറുക്കി വെക്കുന്ന ആളല്ല കേട്ടോ. അപ്പൊ എന്തുണ്ടെങ്കിൽ ഈ ബാഗിലേക്കാണ് ഇടുക. ശരിക്കും പറഞ്ഞാൽ കൈയിടണമെങ്കിൽ പേടിക്കണം. അപ്പോൾ അതൊന്നുണ്ട്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതേ ബാഗാണ് കേട്ടോ കൊണ്ടുവന്നത്. കാരണം നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനം കൊള്ളുന്നതുകൊണ്ടും എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലാണ് കൊണ്ടുവന്നത്. ഈ ബാഗ് തന്നെയാണ് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറ്. അപ്പൊ ചെറിയ ബാഗാണെങ്കിൽ ഇവിടെ നോക്കിപ്പോ പുറത്തേക്കൊക്കെ പോവാണെങ്കിൽ ചെറിയ ബാഗാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഈ ബാഗ് ഭയങ്കര ക്രേസാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബാഗ് വാങ്ങിക്കാൻ. പിന്നെയുള്ളത് ഇതാ, ഇത് എന്താണെന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. കാരണം ഇതിന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. എനിക്ക് കുറച്ച് വയ്യാതായി എന്നൊക്കെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അന്നേരം കാണിച്ച ഫുൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാനൊരു കവറിലിട്ടിട്ട് ഇതിലേക്ക് സൂക്ഷിച്ചു വെച്ചതാണ്. വേറെ എവിടത്തേക്ക് മാറ്റി വെച്ചിട്ടില്ല. കാരണം എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതില് ഫുള്ള് സ്കാനിങ് ടെസ്റ്റ് എല്ലാത്തിൻ്റെയും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാനിവിടെ മാറ്റി വെക്കാം. പിന്നെ ടിഷ്യൂ ഉണ്ട് കേട്ടോ. സാധാരണ ആവശ്യത്തിന് ഞാൻ ഈ സാധനം കൊണ്ടു നടക്കാറില്ല. ഇത് അബദ്ധവശാൽ ഇതിലേക്ക് ആയിപ്പോയതാണ്. ഞാൻ കൊണ്ടു നടക്കാറില്ല. എനിക്ക് എന്തായാലും അത്യാവശ്യമാണ്. എപ്പോഴും ബാഗിനകത്തൊന്ന് ചുരുട്ടി ഇടാറുണ്ട്. പക്ഷെ എന്തൊക്കെ അത്യാവശ്യമുള്ള സമയത്ത് നോക്കുകയാണെങ്കിൽ എന്റെ കയ്യിൽ അങ്ങനെ ഒരു ടവലോ അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യോ ഒന്നും ഉണ്ടാവാറില്ല. അതെന്റെ ഒരു വലിയ പ്രോബ്ലം ആണ് കേട്ടോ. പിന്നെയുള്ളത് ഇതെന്റെ വിസ ഡെപ്പോസിറ്റിന്റെയും അതുപോലെ തന്നെ വിസയുടെ ഒക്കെ കോപ്പിയാണ്. കാരണം ഏട്ടനിവിടെ എടുത്തിട്ട് എനിക്ക് കോപ്പി അയച്ചു തരാണ് ചെയ്തത് കേട്ടോ. അപ്പൊ അത് ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോഴും എന്തിന്റെ കോപ്പി എടുക്കുകയാണെങ്കിൽ ഞാൻ 2 എടുത്ത് വെക്കും. അപ്പോൾ ഒന്ന് അവിടെ നമ്മൾ കൊടുത്തു, ബാക്കിയുള്ള ഒരു കോപ്പിയാണ് കേട്ടോ ഇത്. പാസ്പോർട്ട് ഞാൻ ഓൾറെഡി മാറ്റി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എടുക്കാറുള്ള ചെറിയ ബാഗിലേക്ക് വെച്ചു. കാരണം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ വലിയ ബാഗ് എടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ചെറിയൊരു ബാഗിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്തിനാ ഇട്ട് വെച്ചെന്ന് വിചാരിച്ചാല് നമുക്ക് പാസ്പോർട്ട് അഥവാ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ചെക്കിങ്ങോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പൊ അന്നേരം ഉപയോഗിക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ഇതെന്റെ കുഞ്ഞു നാളിലെ ഞാൻ പൈസ ഇട്ട് വെക്കുന്ന ഒരു പേഴ്സാണ് കേട്ടോ. ഇതിന്റെ സിപ്പ് ഇതെനിക്ക് കഴിഞ്ഞിട്ട് കിട്ടിയ പൈസയാണ്. അപ്പൊ ഇത് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഇതിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. ചാർജറിന്റെ ബാക്കി കേബിൾ കിട്ടി കേട്ടോ. അപ്പൊ അത് ആ ബാഗിൽ നിന്ന് ഇതിലേക്ക് വീണ് എടുപ്പുണ്ടായിരുന്നു. പിന്നുള്ളതൊരു ബാൻഡ് കൊണ്ട് നടക്കാറുണ്ട്. പിന്നെ ഒരു റബ്ബർ ബാൻഡ് ഉണ്ട്. ഇതൊക്കെ ഇതിൽ വീണു പോയതാണ് കേട്ടോ. ബാൻഡ് എടുത്തിട്ടതാണ്, ഞാൻ ഓർമ്മിച്ചെടുത്തിട്ടതാണ്. പിന്നെ അത്യാവശ്യം വന്നപ്പോ ആ പേഴ്സിൽ നിന്ന് ഞാൻ പൈസ ഒന്ന് താഴേക്ക് വീണ് കിടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പോലെ തന്നെ പെയിൻ കില്ലറാണ്. ഇപ്പൊ അധികം കഴിക്കാറില്ല കേട്ടോ. മുമ്പ് എനിക്ക് ഒരുപാട് വേണ്ടി വന്നായിരുന്നു. ഇപ്പം ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികം കഴിക്കാറില്ല. പെയിൻ കില്ലർ അത്ര നല്ലതല്ല കേട്ടോ. നമ്മളെ കിഡ്നീനെ ഏറ്റവും കൂടുതൽ ബാധിക്കും അത്. പിന്നെ ഇത്രയും ചില്ലറ കൂടെ ഇതിലുണ്ട്. പിന്നെ ഇത് എന്റെ ചീത്തയായി പോയിട്ടുള്ള ഒരു എയർടെലിന്റെ കാർഡാണ്. ഞാൻ കളഞ്ഞിട്ടില്ല, ഇതിൽ തന്നെയുണ്ട്. പിന്നെ ഉപയോഗിക്കാറുള്ളത് പെന്നാണ്. പിന്നെ പവർ വന്നിട്ട് പെന്നിന്റെ മുകളിലത്തെ ഭാഗം കാണുന്നില്ല, എവിടെയോ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ റെഡ് ഇങ്ക് അറിയാമല്ലോ. ഇത് കോളേജിലൊക്കെ പോകുമ്പോൾ എന്തായാലും എടുത്തിടുന്നതാണ്. റെഡ് ഇങ്ക് പെൻ എപ്പോഴും ബാഗിലുണ്ടാവും. പിന്നെയുള്ളത് ഇവിടെ നിന്ന് ഞാനൊരു സിം എടുത്തായിരുന്നു, അതിന്റെ ഒരു കാർഡുണ്ട്. പിന്നെ അവസാനം ഉള്ളത് ഇത് ഇവിടുത്തെ പൈസ കേട്ടോ. നമ്മളുടെ USB കണക്ടർ ഉണ്ട് എന്റെ ഫോണിന്റെ. അതുപോലെ തന്നെ മൈക്രോ USB കണക്ടറും ഉണ്ട്. ഫോണിന്റെ ആക്സസറീസ് ആണ്, അതുമുണ്ട്. പിന്നെ ഉള്ളതില്ലേ ഒരു ബസ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാനും എന്റെ കൂടെയുള്ള ടീച്ചറും കൂടെ ഒരുമിച്ച് ട്രാവൽ ചെയ്തതാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ ഒരുമിച്ചായിരിക്കും ഞങ്ങൾ ആ പൈസ കൊടുക്കാറ്. അപ്പൊ ടീച്ചർക്ക് 17 രൂപയും എനിക്ക് 13 രൂപയാണ്. അപ്പൊ അങ്ങനെ 30 രൂപയുടെ ടിക്കറ്റാണ്. അപ്പൊ അതുകൊണ്ട് അതിന് കളഞ്ഞേക്കാം. അപ്പോ
ബാഗ് കാലിയായി കേട്ടോ. ഇതൊക്കെ ഓൾറെഡി കാണിച്ചതാണ്. ബാക്കിയൊക്കെ കാശാണ്. ഇപ്പൊ ഇവിടെ നാട്ടിലെ കാശിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇപ്പൊ അധികം എടുക്കാറില്ല. പിന്നെ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ അത്യാവശ്യം വരുമോ എന്ന് പേടിച്ചിട്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇത്രയും തുക ഞാൻ എടുത്ത് വെക്കാറുണ്ട്. ഇവിടുത്തതായാലും അവിടുത്തതായാലും എപ്പോഴും നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ അഡീഷണൽ ആയിട്ട് കുറച്ച് പൈസ കരുതി വെക്കുന്നത് നല്ലതാണ്. ഒത്തിരി വേണമെന്നല്ല, നമുക്ക് അഥവാ എന്തെങ്കിലും എമർജൻസി വന്നാൽ നമുക്ക് സേഫ് ആയിട്ട് ഒരു ടാക്സി പിടിച്ച് വീട്ടിലെത്തേണ്ട ഒരു പൈസയെങ്കിലും കയ്യിൽ നമ്മൾ കരുതിയിരിക്കണം. അതാണ് കേട്ടോ ഇന്നത്തെ ടിപ്പ്. അപ്പൊ ഇതാണ് എന്റെ ബാഗ് എന്ന് പറയുന്നത്. സാധാരണ ഇതിപ്പോ ഇത്രയെങ്കിലും നീറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ കോളേജിൽ പോവാത്തോണ്ടാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ലീവിലായതുകൊണ്ടാണ്. സാധാരണ കോളേജിൽ പോകാൻ തുടങ്ങിയ സമയത്താണെങ്കിൽ ഇതില് കുട്ടികളുടെ എന്താ പറയാ അവരുടെ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതുണ്ടാവും. ചിലപ്പോൾ അവരെന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുണ്ടാവും. അങ്ങനെ ഒരുപാട് പേപ്പറുകൾ ഉണ്ടാവും ഇതിനകത്ത്. എൻ്റെ ഒരു വലിയ എന്താ പറയാ ഒരു ഷെൽഫിന്റെ ഗുണമാണ് ശരിക്കും എൻ്റെ ഒരു ബാഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാലും ഞാൻ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വേർതിരിച്ച് വെക്കോട്ടെ. ഞാൻ ഒരിക്കലും അങ്ങനെ പാസ്ബുക്ക് അല്ലെങ്കിൽ നമ്മളുടെ കാർഡ്സ് അങ്ങനെയൊന്നും വലിച്ചു വാരി ഇടുകയൊന്നുമില്ല. അത് പ്രത്യേകം പാക്കിലൊക്കെ വെക്കുള്ളൂ. പക്ഷെ എന്നാൽ തന്നെയും ഒത്തിരി കടലാസും കാര്യങ്ങളും ബസ്സിന്റെ ടിക്കറ്റൊക്കെ എപ്പോഴും നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഈ ബാഗിന്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാല് എനിക്ക് ബാക്കിൽ സിബില്ല എന്നുള്ളതാണ്. ആ ബാക്കിൽ സിബ് ഉണ്ടായിരുന്നെങ്കിൽ ഗുണമായിരുന്നു. നമുക്ക് ഫോണും എല്ലാം പെട്ടെന്ന് ഇതിനകത്തേക്ക് വെക്കാനായിട്ടേ. അപ്പൊ ഞാനെപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങളുടെ ബാഗിൽ ഇതൊക്കെയാണോ എന്നുള്ളത് ഷെയർ ചെയ്യണേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.